സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. കോഴിക്കോട് പശുക്കടവിൽ ഉരുൾപൊട്ടി എന്ന് സംശയമുണ്ട്. തൊട്ടിൽപ്പാലം പുഴയിലും കടത്രപ്പുഴയിലും മലവെള്ളപ്പാച്ചിലാണ്. 13 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഈങ്ങാപ്പുഴയിൽ റോഡിൽ വെള്ളം കയറി. കൊച്ചി കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ വൻമരം കടപുഴകി വീണു. കോഴിക്കോട് വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിൽ മുങ്ങി. ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് സലിം അലിക് നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലിമ, സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴയാണ്. അതിൽ അതിതീവ്ര മഴയും തീവ്ര മഴയുമാണ് പ്രധാന. എന്താണ് വന്ന കാലാവസ്ഥാ റിപ്പോർട്ടിൽ എന്തൊക്കെ പറയുന്നുണ്ട് സലിം? സംസ്ഥാനത്തൊട്ടാകെ കനത്ത മഴ, അതിശക്തമായ മഴ പെയ്യും നൽകുന്നു. അതിൽ തന്നെ കാസർഗോഡും കണ്ണൂരും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ്. മഴ മുന്നറിയിപ്പിലാണ് ഈ രണ്ട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല വടക്കൻ ജില്ലകളിൽ മഴ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കാസർഗോഡും കണ്ണൂരും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ നിന്ന് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നിലയിൽ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. നാളെയും സമാനമായി തന്നെ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. അതിൽ തന്നെ കേരളത്തിൽ വീണ്ടും ഈ കാലവർഷം ശക്തമാകാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത് ഒന്ന്, രാജസ്ഥാന് മുകളിൽ നിലനിൽക്കുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദമാണ്. തെക്ക് പടിഞ്ഞാറൻ നിൽക്കുന്ന ശക്തിയുള്ള ന്യൂനമർദ്ദമാണ്. ഈ രണ്ട് ന്യൂനമർദ്ദ സംസ്ഥാനത്ത് അതിശക്തമായ കാലവർഷത്തിനുള്ള സാധ്യത വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. നാളെ നിലവിൽ നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളൊപ്പം കോട്ടയം, ഈ ജില്ലകൾ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇതും രാത്രിയിലോ അതല്ലെങ്കിൽ നാളെ പുലർച്ചെയോടോ തിരുത്തുകയും റെഡ് അലർട്ട് പൂർണ്ണമായും അതിശക്തമായ മഴ പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ പെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്കേർപ്പെടുത്തിയിട്ടുമുണ്ട്. വിജയകുമാർ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയാണ്. റെഡ് അലേർട്ടാണ്. വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. സംസ്ഥാനത്ത് മുഴുവൻ മഴ മുന്നറിയിപ്പ് ഈ ദിവസങ്ങളിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സൂര്യശ്രീ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. സമീർ, കോഴിക്കോട് കനത്ത മഴയാണ്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്ന സംശയം പോലുമുണ്ട് പലയിടത്തും. എന്താണ് ഒടുവിൽ വരുന്ന വിവരങ്ങൾ? ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കം ക്യാമ്പുകൾ തയ്യാറാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടത്തിന് ഈ മണിക്കൂറിൽ തന്നെ കടക്കേണ്ടി വരുമല്ലോ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ, അല്ലേ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ തുടരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റ്യാടി പുഴയിലാണ് വലിയ രീതിയിലുള്ള കാരണമായി കാണുന്നത്. അത് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള ഒരു സംശയമാണ്. വലിയ കുത്തൊഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള സംശയം. ആ ഭാഗത്ത് നിന്ന് അതിശക്തമായ രീതിയിലാണ് വെള്ളം വരുന്നത്. മാത്രമല്ല അവിടെയുള്ളത് വളരെയേറെ കലങ്ങി മറിയുന്ന ഒരു വെള്ളം കൂടിയാണ് വരുന്നത്.
എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നത്. ഇതിൻ്റെയോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളം ഉയർന്നു. തൊട്ടിൽ പാലത്തും അതുപോലെ തന്നെ കടന്തറ പുഴയിലും അവിടെ വലിയ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുമുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ിരിക്കുന്നത്. അവിടെ 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് പശുക്കടവിൽ നിന്നാണ്. മറ്റ് 4 കുടുംബങ്ങളെ തൊട്ടിൽ പാലത്തു നിന്നും മാറ്റി അതിൻ്റെ പേര്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. മഴ കനത്ത് തുടരുകയാണ് എങ്കിൽ വീണ്ടും അവിടെ നിന്ന് മറ്റു കുടുംബങ്ങളെ കൂടി മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല വിലങ്ങാടാണ്. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടാവുകയും നിരവധി ഉരുൾപൊട്ടലുണ്ടായി വലിയ രീതിയിലുള്ള പ്രകൃതിനാശമുണ്ടായി. ഒരാൾക്ക് ജീവൻ നഷ്ടമായി. 122 വീടുകൾ നശിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായ മേഖലയാണ് വിലങ്ങാട്. അവിടെയും അതിശക്തമായ മഴ തുടരുന്നു. ഈ 2 മേഖലകൾ, അതായത് വിലങ്ങാട് ടൗണിനെ ബന്ധിപ്പിക്കുന്ന ആ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. അതിന് മുകളിലൂടെ ഇപ്പോൾ വെള്ളം പോകുന്ന ഒരു സാഹചര്യമാണ്. അത്രയേറെ വെള്ളം കൂടി ഈ കുത്തൊഴുക്കാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഉരുൾപൊട്ടലിൻ്റെ ആ നാളുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള ആളുകളുടെ പ്രയാസങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. ആ ഒരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. പക്ഷേ ഇപ്പോൾ അവിടെ അതിശക്തമായ മഴ തുടരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പാലത്തിന് മുകളിലൂടെ പോലും വെള്ളം